പറയുമ്പം ഫോർ എക്സാമ്പിൾ ലൈക്ക് പേഷ്യന്റ് നിങ്ങളുടെ ടാസ്കിൽ കൊടുത്തിട്ടുണ്ടാവും പേഷ്യന്റ് ഒരു സർജറിക്ക് പോയി. അപ്പൊ സർജറിയുടെ ടൈമിൽ ഒരു വാർഫാരിൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 2 days അല്ലെങ്കിൽ 1 day ഓഫ് സർജറി കഴിഞ്ഞതിന് ശേഷം ആ വാർഫാരിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഷീ വാസ് കമൻസ്ഡ് ഓൺ വാർഫാരിൻ എന്ന് നിങ്ങൾ എഴുതും. അത് തെറ്റാണ്, അങ്ങനെ എഴുതല്ല്. റീകമൻസ്ഡ് തന്നെ എഴുതണം. ഓക്കെ, മിസ്റ്റർ ചാക്കോ വാസ് റീകമൻസ്ഡ് വിത്ത് വാർഫാരിൻ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എഴുതണം. ഓക്കെ, പിന്നെ റീകമൻസ്ഡ് എന്ന് പറയുമ്പോഴത്തേനും അത് ചുമ്മാ അങ്ങോട്ട് എഴുതല്, അതൊരു ഹൈഫനേറ്റഡ് വേർഡാണ്. റീകമൻസ്ഡ് അത് ഹൈഫനേറ്റഡ് തന്നെയായിട്ട് എഴുതണം. ഇങ്ങനെയുള്ള കുറെ തെറ്റുകളൊക്കെ വരുത്തിയിട്ടും ഞാൻ എല്ലാം എഴുതി, എന്നിട്ടും എനിക്ക് മാർക്സ് കിട്ടില്ല. നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ OIT സക്സസ് ലൈൻ. അപ്പം ഇന്നലെ കുറച്ച് പേർക്കൊക്കെ റിസൾട്ട് വന്നു. അതിൽ കുറേ പേർക്ക് നല്ല റിസൾട്ട് കിട്ടി. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഇനി കുറച്ച് പേർക്കൊക്കെ റൈറ്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറേ പിള്ളേർ അതിൽ പാസ്സാവും, കുറച്ച് പിള്ളേർക്ക് കുറച്ച് ചെറിയ മാർക്സിന്റെ വ്യത്യാസത്തിൽ അങ്ങ് ഫെയിൽ ആവുകയും അങ്ങനെയൊക്കെയുള്ളൊരു ന്യൂസൊക്കെ കിട്ടി. അപ്പം അതിലൊന്നും വിഷമിക്കണ്ട. നിങ്ങൾ ക്വിറ്റ് ചെയ്യാണ്ട് ഡെഡിക്കേറ്റഡ് മൈൻഡുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്കും വിജയം ഉണ്ടാകും അതിൽ. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും ക്വിറ്റ് ചെയ്യല്. അപ്പൊ നമ്മൾ റൈറ്റിംഗിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കമന്റ് ആയിട്ടും അല്ലാണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമ്മൾ നോൺ കേസ് എങ്ങനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. അതിൽ നോൺ കേസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. സെയിം അഡ്രസ് നോക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ മെയിൻ ആയിട്ട് നമുക്ക് തെറ്റ് വരുന്നത് 2 കാര്യങ്ങളാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് പറയുവാണെങ്കിൽ ഡോണാസ് GP എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ടാസ്കിൽ നോക്കുമ്പം ഡോണാസ് GP DONA _S ഡോണാസ് GP, ഡോണയുടെ GP അല്ലെങ്കിൽ ഡോണേന്റെ GP എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പം നമുക്കറിയാം അതൊരു നോൺ കേസ് ആണ്. ഡോണേനെ അറിയുന്ന GP ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഡോണേനെ അറിയുന്ന അവരുടെ ഡോക്ടർ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ലാസ്റ്റ് എസ്സിൽ എൻഡ് ചെയ്യുന്ന ഒരു നെയിമാണ്. ഫോർ എക്സാമ്പിൾ ജെയിംസ് GP എന്ന് പറയുമ്പോഴത്തേനും അവിടെ എസിന് ശേഷം ഒരു അപ്പസ്ട്രോഫി പിന്നെ ഒരു എസ് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ജെയിംസ് ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന S ആണ്. അപ്പൊ ജെയിംസ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു അപ്പസ്ട്രോഫി അവിടെ വരുന്നത്. അപ്പൊ ജെയിംസ് GP എന്ന് പറയുമ്പോൾ അവിടെ കൺഫ്യൂസ്ഡ് ആവല്ല. അങ്ങനെ കുറെ പേരുടെ കൺഫ്യൂഷൻ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പറഞ്ഞത്. ഈ ഒരു കാര്യം ഞാൻ മുമ്പത്തെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയുന്നു. ഓക്കെ, ജെയിംസ് ലാസ്റ്റ് എസ്സിൽ എൻഡ് ചെയ്യുന്ന ഏതെങ്കിലും പേരുമായിട്ട് അങ്ങനെ ജെയിംസ് GP ന്നോ അല്ലെങ്കിൽ ഫാമിലി നേഴ്സിനോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നോൺ കേസ് ആയിട്ട് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, ഡേറ്റിൽ ഇപ്പോഴും കുറെ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ട്. അതായത് കോമ ഇടണോ, കോമ ഇട്ടില്ലെങ്കിൽ എൻ്റെ മാർക്സ് പോകുമോ, അങ്ങനെയൊക്കെ കുറെ അധികം ഡൗട്ട്സുകൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അതിൽ കോമ ഇട്ടുള്ള സംഭവങ്ങൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണെന്നും അല്ലാത്തത് അമേരിക്കൻ ഇംഗ്ലീഷ് അങ്ങനെയൊക്കെയുള്ള പറച്ചിലുണ്ട്. ശരിയാണ്. ഇപ്പം നിങ്ങൾ ഡേറ്റ് ഇട്ടാലും ഡേറ്റ് ഇട്ടില്ലെങ്കിലും there is no problem. നിങ്ങൾക്ക് അത് നിങ്ങളുടെ മാർക്സിന് അത് കോമ ഇട്ടാലും കോമ ഇട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ മാർക്സിന് അത് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതായത് ഇപ്പം നമ്മൾ സാധാരണ എങ്ങനെ എഴുതുന്നത് 9 ജൂലൈ 1992 ആ ഒരു രീതിയിലാണ് അങ്ങനെ എഴുതുന്നതെങ്കിൽ നിങ്ങൾ അവിടെ കോമ ഇട്ടോ ഇല്ലെങ്കിൽ കോമ ഇട്ടില്ലെങ്കിലും യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല. നിങ്ങളുടെ മാർക്സിന് അത് കുറയ്ക്കാൻ പോകുന്നില്ല. ഓക്കെ, പിന്നെ ഉള്ളത് അതല്ലെങ്കിൽ നിങ്ങൾ നമ്പേഴ്സ് മാത്രമായിട്ട് ഇപ്പൊ 09 ഒരു ബാർ ഇട്ടിട്ട് 02 ബാർ 1992 ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. only one thing, നിങ്ങൾക്ക് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ഇടുന്നത് ഡേറ്റ് ഏത് ഫോർമാറ്റിലാണ് ആ ഫോർമാറ്റ് തന്നെ ത്രൂ ഔട്ട് ദ ലെറ്ററിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിരിക്കണം. അത് ഉറപ്പായിട്ട് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് മറക്കല്ല്. ഇപ്പം ആദ്യം നിങ്ങൾ ഫസ്റ്റ് ഈ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 01 02 1992 അങ്ങനെ ഇട്ടു. ലാസ്റ്റ് പിന്നെ ഇൻട്രൊഡക്ഷൻ നെക്സ്റ്റ് ബോഡി പാര വരുമ്പം മിസ്റ്റർ സോ ആൻഡ് സോ വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഓൺ 2 ഏപ്രിൽ 1992 അങ്ങനെ ഒരിക്കലും ഇടല്ല്. ഓക്കെ, ത്രൂ ഔട്ട് ദ ലെറ്ററിൽ ഒറ്റേ ഒരു ഫോം ഓഫ് ഡേറ്റ് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, അത് മറക്കല്ല്.
പിന്നെ ഉള്ളത് ഡേറ്റുകൾ, അഡ്മിഷൻ ഡേറ്റും ഡിസ്ചാർജ് ഡേറ്റും, അങ്ങനെ കുറെ അധികം ഡേറ്റുകൾ നിങ്ങൾക്ക് ലെറ്റേഴ്സിൽ കാണാം. മെയിൻ ആയിട്ട് അഡ്മിഷൻ ഡേറ്റും ഡിസ്ചാർജ് ഡേറ്റും ആണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ യൂഷ്വലി ഡിസ്ചാർജ് ഡേറ്റ് ആണ് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ തുടങ്ങുമ്പോൾ തന്നെ എഴുതുന്നത്. കാരണം ഓഫ് കോഴ്സ് നമുക്ക് ഡിസ്ചാർജ് ലെറ്റർ ഡേറ്റ് ആണ് വേണ്ടത്. എന്നാൽ അഡ്മിഷൻ ഡേറ്റ്, ഡിസ്ചാർജ് ഡേറ്റ്, ടുഡേസ് ഡേറ്റും മൂന്നും വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യു ഹാവ് ടു ഗോ ഫോർ ടുഡേസ് ഡേറ്റ്. നോർമലി അങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, പിന്നെ വേറൊരു രീതിയിൽ വരുന്നുണ്ട്. അഡ്മിഷൻ ഡേറ്റ് വരും, ഡിസ്ചാർജ് ഡേറ്റ് വരും, ടുഡേസ് ഡേറ്റ് വരും. അതിനും ടുഡേസ് ഡേറ്റ് വരത്തില്ല. അഡ്മിഷൻ ഡേറ്റും ഡിസ്ചാർജ് ഡേറ്റും വന്നിട്ട് ആഫ്റ്റർ 5 ഡേയ്സിൽ ഡിസ്ചാർജ് ഡേറ്റ് ഇല്ലെങ്കിൽ പോലും, ഫോർ എക്സാമ്പിൾ ലൈക്ക് ടുഡേ അഡ്മിഷൻ ഡേറ്റ് വരും, അതിനുശേഷം ഒരു 5 ഡേയ്സ് ലേറ്റർ ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം. അതിനുശേഷം ഡിസ്ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഡിസ്ചാർജ് ഡേറ്റ് അവിടെ തന്നിട്ട് കാണത്തില്ല. അങ്ങനെയുള്ള ഇത് വരുമ്പോൾ നമ്മൾ 5 എണ്ണണം. അഡ്മിഷൻ ഡേറ്റ് എന്നാണ്, അതിനുശേഷം 5 ഡേയ്സ്. കാരണം 5 ഡേയ്സ് കഴിഞ്ഞിട്ട് ആ മെഡിസിൻ കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ട്രിക്കി ആയിട്ട് അവർ അത് അവിടെ ക്വസ്റ്റ്യൻ തരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ 5 ഡേയ്സ് എണ്ണണം. ഇപ്പൊ 2 ഏപ്രിലാണ് വന്നെങ്കിൽ 2nd, 3rd, 4th, 5th, 6th, 7th ആയിരിക്കും ആ മെഡിക്കേഷന്റെ കോഴ്സ് കഴിഞ്ഞു. 7th ഡിസ്ചാർജ്. അപ്പൊ ഈവൻ ദോ അവിടെ ഡേറ്റ് അവിടെ തന്നില്ലെങ്കിൽ പോലും നമ്മൾ 7th എന്ന് പറഞ്ഞ ഡേറ്റ് നമ്മൾ ഉറപ്പായിട്ടും ഡിസ്ചാർജ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് അവിടെ എഴുതണം. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നോൺ കേസ് ഒക്കെ ആകുമ്പോഴത്തേനും 5-6 കാര്യങ്ങളുണ്ട്. നോൺ കേസിൽ നമുക്ക് എങ്ങനെയാ മനസ്സിലായത്? ഒന്ന്, നമുക്ക് നല്ലപോലെ അഡ്രസ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. പിന്നെ ഡോണാസ് GP അല്ലെങ്കിൽ ജെയിംസ് GP എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് തരും. ആ ഒരു രീതിയിൽ നോക്കുക. പിന്നെ ഞാൻ ആദ്യമൊക്കെ കുറേ അധികം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അഡ്രസ്സ് എങ്ങനെ ഏതൊക്കെ രീതിയിൽ നോക്കുന്നത്. അപ്പം മുമ്പുള്ള എൻ്റെ വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം 5-6 കാര്യങ്ങളുണ്ട് അതിൽ. ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പം കേട്ടവർക്ക് വീണ്ടും അതൊരു ശല്യം. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ടൈംസ് കുറച്ച് ഒരു 3-4 മന്ത്സിന് മുമ്പ് ഒരു 1/24 എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ അബ്രിവേഷൻ പോലെ യൂസ് ചെയ്തിട്ട് നമുക്ക് ലെറ്ററിൽ ടാസ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പിള്ളേർക്കെങ്കിലും അത് കൺഫ്യൂസ്ഡ് ആയി. പക്ഷെ കൂടുതലായിട്ടും എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ അതിൽ കാരണം നമുക്ക് അറിയില്ലാത്ത ഒരു കാര്യം പെട്ടെന്ന് എക്സാമിന് നമുക്ക് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പാനിക് ആകും. നമുക്കത് പൊട്ടത്തിട്ട് നമ്മൾ അവിടെ എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. അപ്പം അറിയില്ലാത്തവരതൊന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ചെറിയ നോട്ട്സ് പോലെ ഇങ്ങനെ വരുന്നത്, അതായത് 1/24, 1/52, 2/7, 3/12 എന്നുള്ള നമ്പേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതെന്തുവാ ലെറ്ററിൽ എന്തുവാ സാധാരണ വരുന്നത്? സാധാരണ നമ്മൾ UK, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ടും ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് പ്ലാനുകളൊക്കെ എഴുതുമ്പോഴത്തേക്കും ഇങ്ങനെ എഴുതുന്നത്, മെഡിക്കേഷൻ എത്ര ദിവസം കൊടുക്കണം, അല്ലെങ്കിൽ സർജറിക്ക് ശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി 2/24 എന്നൊക്കെ ചിലപ്പോൾ എഴുതും. 6/24 എന്നൊക്കെ ചിലപ്പോൾ എഴുതും. അപ്പൊ അതേ രീതിയിൽ തന്നെ നമുക്ക് എക്സാമിന് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ചുമ്മാ അവരിടുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നഴ്സുമാർക്ക് ഡോക്ടർമാർ പ്ലാനുകൾ എഴുതി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അവരവിടെ അങ്ങനെ എഴുതുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പഠിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ഫോർ ജോബ്. ഞാൻ ഇവിടെ സ്ഥലങ്ങളിൽ അവിടെയും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡും UK-ലും LLലൊക്കെ പോയിട്ടുള്ള പഠിത്തത്തിന്റെ കാര്യമല്ല പറയുന്നത്. നമുക്ക് OET-ൽ ഇങ്ങനെ ചിലപ്പോഴൊക്കെ നമുക്ക് ലെറ്ററിൽ ചോദിക്കാൻ കൂടുതലായിട്ടും സ്കോപ്പ് ഉണ്ട്. അതായത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതിൽ 1/24 എന്ന് പറയുമ്പോൾ 24 യു ഹാവ് ടു കൺസിഡർ ആസ് സം അവേഴ്സ്. അതായത് 1 ഡേയിൽ 24 അവേഴ്സ് ഉണ്ട്. അപ്പം 3/24 എന്ന് 3rd അവർലി. ഓക്കെ, മൂന്നാമത്തെ, അതായത് ഫസ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് 24 അവേഴ്സിൽ മൂന്നാമത്തെ അവറിൽ ഇത് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ 5/24 എന്ന് പറഞ്ഞാൽ 5th അവർലി. ആ ഒരു രീതിയിൽ 5th അവർല്. ഓക്കെ, 5ാമത്തെ മണിക്കൂറിൽ, അങ്ങനെ ആ രീതിയിൽ 5/24. ഇനി നെക്സ്റ്റ് വരുമ്പോഴത്തേനും കൂടുതലായിട്ട് ചോദിക്കാറുള്ളതാണ് 3/12. 12 എന്ന് പറയുമ്പോൾ മന്ത്സ് ആണ് വരുന്നത്. 12 മന്ത്സ് ഉണ്ടല്ലോ 1 ഇയറിൽ, ആ രീതിയിൽ. അപ്പൊ 3/12 എന്ന് പറയുമ്പോൾ 3rd മന്തിൽ. ഓക്കെ, ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ. ഓക്കെ, ആ രീതിയിൽ. പിന്നെ വരുന്നത് 2/52. 2nd വീക്കിൽ. 1 ഇയറിൽ 52 വീക്സ് ഉണ്ട്. അപ്പൊ 2nd വീക്കിൽ. ഓക്കെ, 52 വീക്കിൽ 2ാമത്തെ വീക്കിൽ എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ വരും. ഓക്കെ, പിന്നെ ഉള്ളത് 52 കഴിഞ്ഞു. 7 ഡേയ്സ് ഉണ്ട്. 1/7 എന്ന് പറയുമ്പോഴത്തേനും ഇന്ന വീക്കിൽ 7 ഡേയ്സ് ആണുള്ളത്. അപ്പൊ ഫസ്റ്റ് ഡേയിൽ 1/7 എന്ന് പറയുമ്പോൾ. ഓക്കെ, ഈ രീതിയൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ,
പിന്നെ ഉള്ളത് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡിസ്ചാർജ് ഡേറ്റ് ഉണ്ട്, അഡ്മിഷൻ ഡേറ്റ് ഉണ്ട്. അതിൽ അഡ്മിഷൻ ഡേറ്റും ഡിസ്ചാർജ് ഡേറ്റും തന്നിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു അതാണ് ഡിസ്ചാർജ് ഡേറ്റിലാണ് നിങ്ങൾ ആദ്യം പോകേണ്ടത്. അപ്പൊ അതിന്റെ ബോഡി പാരാഗ്രാഫ് എഴുതും നമ്മൾ എങ്ങനെ എഴുതും? ഷി വാസ് അല്ലെങ്കിൽ മിസ്സിസ് മിസ്റ്റർ ജോൺ വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഇങ്ങനെ എഴുതണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അവിടെ ഒരു ഡിസ്ചാർജ് ഡേറ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ മിസ്റ്റർ ജോൺ വാസ് അഡ്മിറ്റഡ് എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. ഡിസ്ചാർജ് ഡേറ്റ് അവിടെ ഉണ്ടെങ്കിൽ മാത്രം വാസ് അഡ്മിറ്റഡ് എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ചില ലെറ്റേഴ്സ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് മിസ്റ്റർ ജോൺ പ്രസന്റഡ് ഇന്ന ഡേറ്റ്, കുറച്ച് കഴിയുമ്പോഴത്തേന് പ്രസന്റഡ് നെക്സ്റ്റ് ഡേറ്റിൽ വീണ്ടും, പിന്നെ അടുത്ത വരുമ്പോഴത്തേനും അങ്ങനെ കുറെ ഡേറ്റുകൾ ഇങ്ങനെ തന്നിട്ടുണ്ടാകും. ഡേറ്റിൽ ഇങ്ങനെ ആദ്യം 5-ാം തീയതി, പിന്നെ 10-ാം തീയതി, 15-ാം തീയതി, 20-ാം തീയതി, അവിടെ എവിടെ നിങ്ങൾക്ക് ഒരു ഡിസ്ചാർജ് കാണാൻ പറ്റത്തില്ല. ഡിസ്ചാർജ്ഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കുറെ പ്രസന്റഡ് ഡേറ്റ്സ് ഉണ്ടാകും. അപ്പൊ ഇതിൽ വാസ് അഡ്മിറ്റഡ്, മിസ്റ്റർ ജോൺ വാസ് അഡ്മിറ്റഡ് എന്ന് ഒരിക്കലും എഴുതരുത്. നിങ്ങൾക്ക് മാർക്സ് കിട്ടത്തില്ല, നിങ്ങളുടെ മാർക്സ് പോകും അതിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മിസ്റ്റർ ജോൺ പ്രസന്റഡ് വിത്ത് കംപ്ലൈൻസ് എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. മിസ്റ്റർ ജോൺ പ്രസന്റഡ് വിത്ത് കംപ്ലൈൻസ്. കുറെ പ്രസന്റഡ് ഡേറ്റ് വരുമ്പോൾ ഈ പ്രസന്റഡ് എന്നുള്ള വരുമ്പോൾ നിങ്ങൾ അത് ഒരു അതിന്റെ വേർഡ്സ് കുറച്ച് ചേഞ്ച് ചെയ്യണം. പാരഫ്രൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. പ്രസന്റഡ് ഒരു പ്രാവശ്യം, രണ്ടാമത്തെ വരുമ്പോൾ വിസിറ്റഡ് എഴുതാം, പിന്നെ സബ്സിക്വന്റ്ലി എന്ന് പറഞ്ഞിട്ട് എഴുതാം, അത് ലേറ്റർ ഓൺ കഴിഞ്ഞിട്ട് എഴുതാം, എ വീക്ക് ലേറ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അങ്ങനെ ഒരുപാട് വേർഡുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഉറപ്പായിട്ടും എക്സാമിന് പ്രസന്റഡ്, അതായത് ഡിസ്ചാർജ് ഡേറ്റ് ഇല്ലാത്ത ഇങ്ങനെ കുറച്ച് ഡേറ്റുകൾ മാത്രം, കുറെ പ്രസന്റ് ഡേറ്റ് മാത്രം തന്നിട്ടുള്ള ലെറ്റർ ഉറപ്പായിട്ടും വരും. ഓക്കെ, ഞാനത് അടുപ്പിച്ച് തന്നെ ഈ കഴിഞ്ഞ 2-3 പ്രാവശ്യത്തെ ലെറ്റേഴ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് ഡേറ്റ് ഇല്ലാണ്ട് പ്രസന്റ് ഡേറ്റ് മാത്രം വരുന്ന ഡേറ്റ് നിങ്ങൾ കാണുമ്പോൾ ചുമ്മാ പ്രസന്റഡ് എന്ന് പറഞ്ഞ് എഴുതാതെ പ്രസന്റഡ്, വിസിറ്റഡ്, പിന്നെന്താ ലേറ്റർ ഓൺ, അല്ലെങ്കിൽ എ വീക്ക് ലേറ്റർ മിസ്റ്റർ ജോൺ വിസിറ്റഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള രീതികളിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഡിസ്ചാർജ് ഡേറ്റ് ഇല്ല എങ്കിൽ ഉറപ്പായിട്ട് പ്രസന്റഡ്, മിസ്റ്റർ ജോൺ പ്രസന്റഡ്. വാസ് പ്രസന്റഡ് എന്ന് എഴുതാൻ തെറ്റാണ്, മിസ്റ്റർ ജോൺ പ്രസന്റഡ് എന്ന് മാത്രം. ഇനി ഡിസ്ചാർജ് ഡേറ്റ് ഉണ്ടെങ്കിൽ മിസ്റ്റർ ജോൺ വാസ് അഡ്മിറ്റഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. പിന്നെ മെയിൻ ആയിട്ട് തെറ്റുവരുത്താനുള്ള വേറൊരു കാര്യമുണ്ട്. ഇപ്പം മിസ്റ്റർ ജോൺ വാസ് കമൻസ്ഡ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത മെഡിസിൻ ആണ്, നമുക്ക് അറിയാം. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മിസ്റ്റർ ജോൺ വാസ് കമൻസ്ഡ് ഓൺ പാരസിറ്റമോൾ. വാസ് കമൻസ്ഡ് എന്ന് പറയുമ്പോഴത്തേനും ആ മെഡിസിൻ ഓൾമോസ്റ്റ് ഈസ് ഗോയിങ് ടു ബി ഓവർ, അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്തു, ആ കോഴ്സ് ഫിനിഷ് ചെയ്തു, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു ആന്റിബയോട്ടിക്കോ എന്തെങ്കിലും ആ കോഴ്സ് ഓൾറെഡി ആ പേഷ്യന്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് വാസ് നമ്മളവിടെ മെയിനായിട്ട് യൂസ് ചെയ്യത്തുള്ളൂ. ഇനിയിപ്പം ടു ബി കണ്ടിന്യൂഡ് എവിടെയെങ്കിലും നമ്മുടെ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടാവും ഈ മെഡിസിനെയും കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പൊ എന്നാ എഴുതും? ഷീ ഹാസ് ബീൻ, അല്ലെങ്കിൽ മിസ്റ്റർ ജോൺ ഹാസ് ബീൻ കമൻസ്ഡ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ എഴുതാം. അതായത് ടു ബി കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ഈ കമൻസ്ഡ് ഓണിന് പകരം പ്രിസ്ക്രൈബ്ഡ്, റെക്കമെൻഡഡ്, അങ്ങനെയൊക്കെ ഒരുപാട് മെഡിസിന് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ വരാം. അതൊക്കെ സിനാരിയോ അനുസരിച്ച് നിങ്ങൾ അത് മാറ്റണം. ഞാനിപ്പം ഒരു കമൻസ്ഡ് എക്സാമ്പിൾ മാത്രമാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, പ്രിസ്ക്രൈബ്ഡ്, റെക്കമെൻഡഡ്, ഇൻസ്ട്രക്റ്റഡ്, പിന്നെ എന്നതുവാ അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ വരാം. അതിൽ ഹാസ്ബീനും വാസും നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ അങ്ങോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസന്റഡ് ഞാൻ പറഞ്ഞു ഓൾറെഡി. ടു ബി കണ്ടിന്യൂഡിന്റെ കമൻസ്ഡ് ഓൺ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് വിത്ത് ആ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ നമ്മൾ പറയാനുള്ളത് ഈ ദോ ഈവൻ ദോ ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം, ഇപ്പം ദോയും ഈവൻ ദോയും നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ മാർക്സ് പോകാനായിട്ട് പോകുന്നില്ല. അപ്പൊ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ദോയും ഈവൻ ദോയും ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ലെറ്ററിൽ. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് യൂസ് ദാറ്റ്. ഓക്കെ, അത് നിങ്ങൾ യൂസ് ചെയ്യണ്ട. അപ്പം ദോയും ഈവൻ ദോയും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ദോ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമ്പോഴത്തേനും ഫസ്റ്റ് യു ഹാവ് ടു ഗോ ഫോർ സം പോസിറ്റീവ് റീസൺ, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? പേഷ്യന്റ്, ടുവേർഡ്സ് ദ പേഷ്യന്റ് എല്ലാം നല്ല കാര്യമായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് പറയാം. ദോ ഹി വാക്സ്, അല്ലെ, ദോ ഹി വാക്സ്, അതിനുശേഷം ദോ ഉപയോഗിക്കുമ്പം ഒരു സെന്റൻസിന് കഴിഞ്ഞിട്ട് ഒരു കോമ വേണം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ദോ മിസ്റ്റർ ജോൺ വാക്സ് കോമ ഹി നീഡ്സ് എന്താ, അല്ലെങ്കിൽ ഹി ഹാസ് സം പെയിൻ ഇൻ ഹിസ് ലോവർ എക്സ്ട്രിമിറ്റീസ്. അതൊരു നെഗറ്റീവ് കാര്യമാണ്. ദോ എവിടെ യൂസ് ചെയ്തു? ഫസ്റ്റ് പോസിറ്റീവ് വന്നു, പിന്നെ ഒരു നെഗറ്റീവ്, ഇൻ ബിറ്റ്വീൻ ഒരു കോമ ഇട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് അല്ല,
അറ്റാച്ച് ചെയ്യാണ്. പക്ഷെ നമ്മൾ അവിടെ എന്തായാലും കോമ ഇടണം. ദോ മിസ്റ്റർ സോ ആൻഡ് സോ വാക്സ്, കോമ ഇട്ടു, ഹി ഹാസ് പെയിൻ ഇൻ ഹിസ് ലോവർ എക്സ്ട്രിമിറ്റീസ്, ആ രീതിയിൽ എഴുതുക. അല്ലെങ്കിൽ ഹി യൂസസ് ഫ്രെയിം വൈൽ വാക്കിംഗ്, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതും. ഓക്കെ, നമ്മൾ അപ്പൊ ഈവൻ ദോ എഴുതുമ്പോഴത്തേനും കൂടുതലായിട്ട് നെഗറ്റീവ് കാര്യം തിരിച്ചാണ്, ഈ സെന്റൻസ് തിരിച്ചു വരും. അതായത് ഇവർക്ക് പെയിൻ ഉണ്ട് എന്ന് പറയാം, കോമ ഇടാം, അതിനുശേഷം അവൻ വോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാം, തിരിച്ച് നമുക്ക് പറയാൻ പറ്റും ദോ ഈവൻ ദോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാണ്, നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ദോയും ഈവൻ ദോയും അങ്ങനെയുള്ള കുറെ അധികം കണക്റ്റീവ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ഒരു ലെറ്ററിൽ തന്നെ അങ്ങനെ കുറച്ച് കണക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്താൽ നല്ലതാണ്. കുറെ അധികം കണക്റ്റീവ്സ് അല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് ഇപ്പം ഞങ്ങളാണെങ്കിലും സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുമ്പോഴത്തേനും കുറെ വേറെ സ്ഥലത്തു നിന്നൊക്കെ പഠിച്ചു വരുന്ന പിള്ളേർ കുറെ അധികം കണക്റ്റീവ്സ് ചിലപ്പോൾ ചില സ്ഥലത്തു നിന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇപ്പൊ കണക്റ്റീവ്സ് ഉപയോഗിക്കേ വേണ്ട, കണക്റ്റീവ്സ് ഉപയോഗിക്കാത്തവർക്കാണ് മാർക്ക് നിന്നും. അങ്ങനെയൊന്നും ഇല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു ഇച്ചിരി കണക്റ്റീവ്സ് ഒക്കെ അവിടെ എവിടെയും പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ഇച്ചിരി ഇടണം ഉറപ്പായിട്ടും. കാരണം അത് നിങ്ങളുടെ ലെറ്ററിന്റെ ഒരു ബ്യൂട്ടി കൂട്ടാനായിട്ട് സഹായിക്കും. എൻ്റെ ഒരു ഇതിൽ അങ്ങനെ ഞാൻ പറഞ്ഞത്, കാരണം ഞാൻ ഇത്രയും പിള്ളേരുടെ റിസൾട്ട് കണ്ടു, ഇത്രയും പിള്ളേരെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇതെല്ലാം കൂടെ വിചാരിച്ച് ഞാൻ പറയുവാണ്. ഉറപ്പായിട്ടും കുറച്ചൊരു കണക്റ്റീവ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ലെറ്ററിൽ കുറച്ചും കൂടി ഒരു ബ്യൂട്ടി ആകും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് മെയിനായിട്ട് നമുക്ക് നമ്മുടെ ഏജിൽ ഡിഫറെൻ്റ് ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ ടാസ്കിലൊക്കെ അവരുടെ പേര് നമ്മൾ ചിലപ്പം കാണുമ്പോൾ ചിലപ്പോൾ അവരുടെ സല്യൂട്ടേഷൻസ് കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല, മിസ്, മിസ്റ്റർ, മാസ്റ്റർ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ നോക്കുക 18 ഇയേഴ്സിന് താഴെ, അണ്ടർ 18 ഇയേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് നെയിം, ഇപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു മരിയ തോമസ് എന്നാണെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ഫസ്റ്റ് നെയിം മരിയ. ഇപ്പൊ 18 ഇയേഴ്സിന് അണ്ടറിലാണെങ്കിൽ ഉറപ്പായിട്ടും മരിയ എന്നുള്ള നെയിമിൽ നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ പിന്നെ നമ്മൾ പുതിയ ഇതൊക്കെ അനുസരിച്ച്, അതായത് നമ്മുടെ OIT പുതിയ കുറെ അപ്ഡേഷൻസ് ഒക്കെ വന്നായിരുന്നു. അപ്പം ഫുൾ നെയിം എഴുതണമെന്ന്, അതായത് ഇപ്പൊ മരിയ തോമസ് എന്നാണെങ്കിൽ മരിയ തോമസ് എന്ന് മൊത്തത്തിൽ. അപ്പം ത്രൂ ഔട്ട് ദ ലെറ്ററിൽ നമ്മൾ മരിയ തോമസ് എന്ന് എഴുതുമ്പോഴത്തേക്കും നമ്മുടെ വേർഡ് കൗണ്ടും വേണമെങ്കിൽ ആ ഒരു തോമസ് ഒരു വേർഡ് കൗണ്ട്, അങ്ങനെ എല്ലായിടത്തും ചിലപ്പോൾ നമ്മൾ അത് പറയുമ്പോൾ ഒരു 5 or 10 വേർഡ് കൗണ്ട് കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുൾ നെയിം എഴുതുന്നതിനോട് ഞാൻ അത്രയും എഗ്രീഡ് അല്ല. ഓക്കെ, അതിപ്പോ നിങ്ങൾ ഹാഫ് നെയിം മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ നെയിം എഴുതിയാലും ഹാഫ് നെയിം എഴുതിയാലും നിങ്ങളുടെ മാർക്സിൽ ഒരു കുഴപ്പവും പറ്റാൻ പോകുന്നില്ല. മാർക്സിന് ഒരു കുഴപ്പവും പറ്റാത്ത അത്ര കാലം ഞാൻ അതിൽ കൂടുതലായിട്ട് പിള്ളേരോട് ഞാൻ പറയത്തില്ല ഫുൾ നെയിം എഴുതണമെന്ന്, ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യത്തെ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം 18 ഇയേഴ്സ് മുകളിലേക്കാണെങ്കിൽ സെക്കൻഡ് നെയിം എഴുതാൻ നിങ്ങൾക്ക് അറിയാലോ, ആ രീതിയിൽ നിങ്ങൾ എഴുതുക. അതല്ലെങ്കിൽ 18 ഇയേഴ്സ് താഴെയാണെങ്കിൽ ഫസ്റ്റ് നെയിം എഴുതുക. പിന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള കാര്യമുണ്ട്, ഈ 18 ഇയേഴ്സിലെ അണ്ടറിലായിട്ടുള്ള പിള്ളേരും ചിലപ്പോൾ അവിടെ മാസ്റ്റർ, മിസ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന സംഭവങ്ങളാണ്. മാസ്റ്റർ ജോൺ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ മാസ്റ്റർ അവിടെ നീക്കി വെച്ചിട്ട് ജോൺ എന്ന് മാത്രം എഴുതാൻ പാടില്ല, മാസ്റ്ററിന് തന്നെ. അവിടെ ലെറ്ററിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യണം, ഫസ്റ്റ് നെയിമിന്റെ കൂടെ സല്യൂട്ടേഷൻ യൂസ് ചെയ്ത് തന്നെ പോകണം, സല്യൂട്ടേഷൻ ലെറ്ററിൽ ഉണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെ. പിന്നെ കുറെ പേർക്ക് വേറൊരു ഡൗട്ട്സ് ഉണ്ട്. ഇപ്പൊ വിഡോയും ഡിവോഴ്സും ഒക്കെ ആണെങ്കിലും, വിഡോ ആണെങ്കിൽ ഓഫ് കോഴ്സ് മാരീഡ് ആയിട്ട് മരിച്ചു പോയതാണ്. അപ്പൊ അങ്ങനെ ആവുകയാണെങ്കിൽ വിഡോയുടെ കൂടെ എന്താ മിസ്സസ് എന്ന് തന്നെ, കല്യാണം കഴിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്, മിസ്സസ് എന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എന്നാൽ ഡിവോഴ്സി ആണെങ്കിൽ ഓൾറെഡി ഡിറ്റാച്ച്ഡ് ആയി, ഡിവോഴ്സി ആയി, അപ്പം ലൈക്ക് MS, മിസ് നാൻസി എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അവിടെ മിസ്സസ് വരത്തില്ല, മിസ് എന്ന് MS എന്ന് തന്നെ വരത്തുള്ളൂ. ഓക്കെ, പിന്നെ 18 ഇയേഴ്സ് അബൌവിലുള്ള ആൾക്കാർ കല്യാണം കഴിച്ചിട്ടില്ല, അപ്പൊ MISS മിസ് എന്നുള്ള രീതിയിൽ നമുക്ക് വിളിക്കാം. ഓക്കെ, MISS മിസ് എന്ന്. അബവ് 18 ഇയേഴ്സ്. ഇപ്പോൾ ഒരു 25-28 ഇയേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരാൾ പേഷ്യൻ്റ് ആയിട്ട് വന്നു ഹോസ്പിറ്റലിൽ, പക്ഷേ അവർ കല്യാണം കഴിച്ചില്ലോ എന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള, അപ്പം ലെറ്ററിൽ നമ്മൾ ആരോട് ചോദിക്കാൻ പറ്റത്തില്ല, ലെറ്ററിൽ അങ്ങനെ ഇല്ല. അബവ് 18 ഇയേഴ്സ് ഉണ്ട്, 25 ഇയേഴ്സ് ഉണ്ടെന്ന് പറയുന്നു, മാരീഡ് ആണോ അല്ലേന്ന് ലെറ്ററിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടില്ല. അപ്പം നിങ്ങൾ എങ്ങനെ എന്തെഴുതും? അപ്പം നമുക്ക് ലെറ്ററിൽ അബവ് അല്ലേ, അപ്പം ലെറ്ററിൽ മിസ് എന്ന് എഴുതാം. ഓക്കെ, MS എന്ന് എഴുതാം നമുക്ക്, ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. പിന്നെ ഇത്ര ഏജിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്ര കാര്യങ്ങളുള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് വേറൊരു കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിസ്റ്റർ ചാക്കോ വാസ് അഡ്മിറ്റഡ് ടു ഫെസിലിറ്റി
ഈ ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇത് ചേഞ്ച് ചെയ്യുന്നതെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കാണുക ഡൗട്ട് ഉള്ളവരാണെങ്കിൽ. അപ്പം ഫോർ എക്സാമ്പിൾ ഇത് വേറൊരു കാര്യം പറയാണ്. മിസ്റ്റർ ജോൺ വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ വിത്ത് കംപ്ലൈൻസ് ഓഫ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറെ കണക്റ്റീവ്സ് അധികം ഒന്നും ഉപയോഗിക്കേണ്ട, എന്നാലും കണക്റ്റീവ്സ് വേണ്ട സ്ഥലങ്ങളിൽ കണക്റ്റീവ്സ് ഉപയോഗിക്കണം. അപ്പൊ മിസ്റ്റർ ചാക്കോ വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ വിത്ത് കംപ്ലൈൻസ് കുറെ അധികം കംപ്ലൈൻസ് കൊണ്ട് വന്നു എന്ന് പറയുകയാണെങ്കിൽ with complaints of കുറെ അധികം, അതായത് complaints of headache and leg pain as well as asthma along with എന്നുള്ള 2-3 കുറെ അധികം കംപ്ലൈൻസ് അങ്ങനെ ഉണ്ട്. പക്ഷെ ഈ കംപ്ലൈൻസ് ഇസ് നോട്ട് റിലേറ്റഡ് ഈച്ച് അതർ, അതായത് ഒരു ഡിസീസ് കണ്ടീഷന് തന്നെ ഡൗണിൽ വരുന്ന സിംറ്റംസ് അല്ല എങ്കിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ പോലെ അലോങ് വിത്ത് ആൻഡ് ആസ് വെൽ ആസ് എന്നൊക്കെ പറഞ്ഞ കണക്റ്റീവ്സ് യൂസ് ചെയ്യാൻ പാടുന്നത്. ഓക്കെ, പക്ഷേ ഒരു പർട്ടിക്കുലർ ഡിസീസ് തന്നെ, അതിപ്പം ന്യൂമോണിയ ഫോർ എക്സാമ്പിൾ, ന്യൂമോണിയയുടെ കുറെ ഫീവർ ഉണ്ട്, ഹെഡേക്ക് ഉണ്ട്, ആസ്മ ഉണ്ട്, അല്ലെങ്കിൽ ബ്രീത്ത്ലെസ്നെസ് ഉണ്ട്, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഉണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എണ്ണിപ്പെറുക്കി എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, സജസ്റ്റീവ് സിംറ്റംസ് ഓഫ് ന്യൂമോണിയ എന്നുള്ള പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഓക്കെ, എന്നല്ല ഇത് ഈ സിംറ്റംസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ല, റിലേഷൻ ഇല്ല എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആൻഡ് ആസ് വെൽ ആസ് അലോങ് വിത്ത് ഇങ്ങനെ ഒരു 3 കണക്റ്റീവ്സ് അവിടെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലെറ്റർ എഴുതാവുന്നത് ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചൊന്നും പേർക്കൊന്നുമില്ല, എനിക്ക് മോക്ക് ടെസ്റ്റ് ഇടുമ്പോൾ പെട്ടെന്ന് എനിക്ക് ശരിക്കായിട്ട് മനസ്സിലാകും. കാരണം ഈ കമൻസ് റീകമൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ അറിയത്തില്ല. ഞാൻ 2 പ്രാവശ്യം എക്സാം എഴുതി, ഞാൻ 3 പ്രാവശ്യം എക്സാം എഴുതി, മാമിനെ എന്നെ ഒന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്ന പിള്ളേരാണെങ്കിലും ഇപ്പം 2-3 പ്രാവശ്യം എഴുതിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്സ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല? ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നത്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ തെറ്റുവരുത്തുന്ന കാര്യങ്ങൾ വീണ്ടും തെറ്റായിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് മാർക്സ് തരും? അപ്പം പിന്നെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ തെറ്റുകൾ മാറ്റാനായിട്ട് ശ്രമിക്കുക. ഒരു പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ അത്ര ഡെഡിക്കേറ്റഡ് മൈൻഡ് നമ്മൾ വേണം നമ്മളിത് പഠിക്കുമ്പോൾ. ഇപ്പം IELTS ആണെങ്കിലും OET ആണെങ്കിലും ഒരു ചെറിയ കുഞ്ഞു തെറ്റായിരിക്കും, പക്ഷെ അത് നിങ്ങൾ വീണ്ടും വരുത്താതിരിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കമൻസ്ഡ് ആൻഡ് റീകമൻസ്ഡ് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് റീകമൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് പേഷ്യന്റ്, നിങ്ങളുടെ ടാസ്കിൽ കൊടുത്തിട്ടുണ്ടാവും പേഷ്യന്റ് ഒരു സർജറിക്ക് പോയി, അപ്പൊ സർജറിയുടെ ടൈമിൽ ഒരു വാർഫാരിൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 2 days അല്ലെങ്കിൽ 1 day ഓഫ് സർജറി കഴിഞ്ഞതിന് ശേഷം ആ വാർഫാരിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഷീ വാസ് കമൻസ്ഡ് ഓൺ വാർഫാരിൻ എന്ന് നിങ്ങൾ എഴുതും, അത് തെറ്റാണ്, അങ്ങനെ എഴുതല്ല്. റീകമൻസ്ഡ് തന്നെ എഴുതണം. ഓക്കെ, മിസ്റ്റർ ചാക്കോ വാസ് റീകമൻസ്ഡ് വിത്ത് വാർഫാരിൻ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എഴുതണം. ഓക്കെ, പിന്നെ റീകമൻസ്ഡ് എന്ന് പറയുമ്പോഴത്തേനും അത് ചുമ്മാ അങ്ങോട്ട് എഴുതല്, അതൊരു ഹൈഫനേറ്റഡ് വേർഡാണ്. റീകമൻസ്ഡ് അത് ഹൈഫനേറ്റഡ് തന്നെയായിട്ട് എഴുതണം. ഇങ്ങനെയുള്ള കുറെ തെറ്റുകളൊക്കെ വരുത്തിയിട്ടും ഞാൻ എല്ലാം എഴുതി, എന്നിട്ടും എനിക്ക് മാർക്സ് കിട്ടില്ല, നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ കംപ്ലൈൻസിനെ ഞാൻ പറഞ്ഞു, കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കംപ്ലൈൻസ് COMPLAINS കംപ്ലൈന്റ് പറഞ്ഞു എന്നാ പറഞ്ഞത്. അവര് അതായത് പേഷ്യന്റ് ഓൾറെഡി അഡ്മിറ്റ് ആയി വിത്ത് കംപ്ലൈൻസ് ഓഫ് COMPLINTS വിത്ത് കംപ്ലൈൻസ് ഓഫ് എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. കുറെ കംപ്ലൈൻസ് ആയിട്ട് വന്നു, എന്നിട്ട് പിന്നെ താഴേക്ക് വന്നപ്പോഴത്തേക്കും ലേറ്റർ ഓൺ അല്ലെങ്കിൽ 2 days ലേറ്റർ മിസ്റ്റർ ജോൺ കംപ്ലൈൻസ് ഓഫ് ഹെഡേക്ക്. അപ്പൊ ഏതാ പേഷ്യന്റ് ഹെഡേക്ക് ആണെന്ന് പരാതിപ്പെട്ടു എന്നാണ് ആ കംപ്ലൈൻസിന്റെ അർത്ഥം. ആ സ്പെല്ലിങ് വേറെയാണ്, COMPLAINS ആണ് അവിടെ വരുന്നത്. ആദ്യം പേഷ്യന്റ് വന്നു എന്ന് പറയുമ്പോഴത്തേനും കംപ്ലൈന്റ് COMPLINTS എന്നും, പേഷ്യന്റ് പരാതിപ്പെട്ടു കുറെ ദിവസത്തിന് ശേഷം തലവേദനയാന്ന് പറഞ്ഞു എന്ന് പറയുന്നത് COMPLINS എന്നാണ് പറയുന്നത്. അതിന്റെ ഡിഫറൻസ് ഒക്കെ ശരിക്കും ഒന്ന് മനസ്സിലൊന്ന് ഓർത്തൊന്ന് ഫിക്സ് ആക്കി വെക്കുക, ഒരിക്കലും അത് തെറ്റിക്കാതിരിക്കുക. ഓക്കെ, പിന്നെ റീഒക്കറൻസ് എന്ന് ഒരുപാട് നമുക്ക് തവണ കുറെ ലെറ്റേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട വേർഡാണ് റീഒക്കറൻസ്. റീഒക്കറായി ആദ്യം പേഷ്യന്റ് ഒരു കുഴപ്പമില്ല, അതായത് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഇപ്പം ഒരു ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു, വീണ്ടും ഇത് റീഒക്കറായി എന്ന് പറയുവാണെങ്കിൽ റീഒക്കറൻസ് ഇറ്റ്സ് എ ഹൈഫനേറ്റഡ് വേർഡ്, അത് യൂസ് ചെയ്യണം. റീഒക്കറൻസ് ഒരുപാട് ലെറ്റേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഹൈഫനേറ്റഡ് വേർഡാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി, പ്രീ ഓപ്പറേറ്റീവ്ലി എന്നൊക്കെ പറയുമ്പോഴത്തേനും അത് ഇറ്റ്സ് നോട്ട് എ ഹൈഫനേറ്റഡ് വേർഡ്. അത് വീണ്ടും പിള്ളേർക്ക് കുറെ ഹൈഫൻ ആയിട്ട് ഇട്ടിട്ട് വരുന്നുണ്ട്. ഓക്കെ,
നമ്മൾ ടെസ്റ്റ് എടുക്കുമ്പോഴത്തേന് ശരിക്കുവാണെങ്കിൽ ഇങ്ങനെ ഹൈഫനേറ്റഡ് വേർഡ് കുറേ അധികം ഹൈഫൻ അല്ലാണ്ടും ഹൈഫൻ അല്ലാത്ത വേർഡുകൾ കുറേ ഹൈഫൻ ഇട്ടിട്ടും ഒക്കെ വരുന്ന പിള്ളേരുണ്ട്. അതിന് ശ്രദ്ധിക്കുക. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി, പ്രീ ഓപ്പറേറ്റീവ്ലി എന്നൊക്കെ പറയുമ്പം ദാറ്റ്സ് നോട്ട് എ ഹൈഫനേറ്റഡ് വേർഡ്. പക്ഷെ പോസ്റ്റ് ഓപ്പറേറ്റീവ്, പ്രീ ഓപ്പറേറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഹൈഫനേറ്റഡ് വേർഡാണ്. അതൊന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ. പിന്നെ ഷീ ഹാസ് എ ഹിസ്റ്ററി ഓഫ് ന്യൂമോണിയ. ഷീ ഹാഡ് എ ഹിസ്റ്ററി ഓഫ് ന്യൂമോണിയ. ഷീ ഹാഡ് എ ഹിസ്റ്ററി ഓഫ് ന്യൂമോണിയ എന്ന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷീ ഹാസ് എ ഹിസ്റ്ററി, അതൊരു ഹിസ്റ്ററിയാണ്. ഹാഡ് ഹിസ്റ്ററി തന്നെയാണ് സംഭവം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഷീ ഹാസ് എ ഹിസ്റ്ററി എന്ന് പറയുക ഇൻസ്റ്റെഡ് ഓഫ് ഷീ ഹാഡ് എ ഹിസ്റ്ററി എന്ന് പറയുന്നതിന് പകരം. ഓക്കെ. അതൊന്ന് മനസ്സിൽ ആലോചിച്ച് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ. പിന്നെ ഉള്ളത് ഷീ ഹാഡ് ആൻ ഇപ്പൊ നമ്മള് ഷീ ഹാഡ് ആൻ എപ്പിസോഡ് ഓഫ്, അത് ശരിയാണോ? ഷീ ഹാഡ് ആൻ എപ്പിസോഡ് ഓഫ് ഷീ ഹാഡ് ആൻ എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേനും ഈ CVA, MI ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പനി പോലെ ഇരിക്കുന്ന ഒരു സംഭവമല്ല. അതൊരു എപ്പിസോഡായിട്ട് പെട്ടെന്ന് ഹാപ്പൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ CVAയും MIയും അങ്ങനെയൊക്കെ വൺസ്, അതൊരു ട്വൈസ്, ത്രൈസ്, എത്ര പ്രാവശ്യം വേണമെങ്കിലും ഉണ്ടാകാം. പക്ഷെ ഉണ്ടാവുന്ന സമയത്ത് അറ്റ് എ ടൈമിൽ പെട്ടെന്നുണ്ടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ CVA. അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് ത്രൂ ഔട്ട് ദ ലൈഫിൽ വേണമെങ്കിൽ ഉണ്ടാകാം. പക്ഷെ ആ ഒരു സന്ദർഭം, ആ ഒരു തിങ് ഹാപ്പൻ ചെയ്യുന്നത് അറ്റ് എ ടൈമിൽ, ഒരു ഇച്ചിരി ടൈമിലേക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ CVA, MI ഒക്കെ പറയുമ്പോൾ ഷീ ഹാഡ് ആൻ എപ്പിസോഡ് ഓഫ് CVA, ഷീ ഹാഡ് ആൻ എപ്പിസോഡ് ഓഫ് MI എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. പിന്നെ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ എൻ്റെ നമ്പേഴ്സ് എപ്പോഴും ഇതിന്റെ അടിയിൽ ഇങ്ങനെ പോകുന്നുണ്ടാകും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, എക്സാമിനൊക്കെ ആണെങ്കിലും നല്ലപോലെ ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ 24 hours ഇരുന്ന് അങ്ങോട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് മൈൻഡ് നല്ല ഫ്രീ ആക്കി, ലിസണിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ നല്ല ഫ്രീ ആവണം. ഡിപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്സ് മുഴുവൻ പോകത്തേ ഉള്ളൂ. നല്ല ഫ്രീ ആവും. നിങ്ങൾക്ക് ഇന്നലെ റിസൾട്ട് വന്നു, ഞാൻ റിസൾട്ട് വന്നു, എപ്പോഴും റിസൾട്ട് വന്നു, ഏതെങ്കിലും ഒരെണ്ണം പോയി 10 മാർക്കിന് 20 മാർക്കിന് പോയി, ഇനി ഞാൻ എഴുതുന്നില്ല, അങ്ങനെ കിറ്റൗട്ട് ഒരിക്കലും ചെയ്യല്ല. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഡെഡിക്കേറ്റഡ് മൈൻഡോടുകൂടി നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ. അപ്പം നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഗുഡ് ബൈ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.